ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റ് പോയപ്പം 20 രൂപയുള്ള 100 കിലോയ്ക്ക്. അന്നേരം ഞാനൊരു 3-4 കിലോ വാങ്ങിച്ചു. നമ്മൾ എവിടെ വില കുറഞ്ഞ് കിട്ടുന്ന അവിടെ ഇല്ല നമ്മൾ വാങ്ങിക്കുന്നത്, സ്വാഭാവികമാണ്. അപ്പം ഞാനും വാങ്ങിച്ചു. കുറേ ഉണ്ടായിരുന്നു, 5-6 ദിവസം അടുപ്പിച്ചിതായിരുന്നു. അന്നേരം ഇത് വളരെ ചെറുത്. അന്നേരം ഇത് പെട്ടെന്ന് എങ്ങനെ എടുക്കാമെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിൽ ഒരുപാട് മണ്ണ്, അപ്പം നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു വിസിൽ അടിച്ചെടുക്കും. ഒരു വിസിൽ മതി. അന്നേരം നന്നായിട്ട് വെന്ത് കിട്ടും. സാധാരണ തുണിയിലൊക്കെ ഒന്ന് അടിച്ചൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ ഇത് ഇച്ചിരി വാടിയതായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു വിസിലായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ടു. അന്നേരം നല്ല പെട്ടെന്ന് വന്നു കഴിഞ്ഞു കേട്ടോ. പക്ഷേ നമ്മളല്ലാതെ മെഴുക്കോട്ട് വെക്കുന്നത് വേറൊരു ടേസ്റ്റ്, ഇങ്ങനെ വെക്കുന്നത് വേറൊരു ടേസ്റ്റ്. വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആവി വേവിക്കണം. ആവി വേവിച്ചിട്ട് പിന്നെ തൊലി കളഞ്ഞാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ പുട്ടുകുറ്റിക്കകത്തോട്ട് കയറ്റിയാലും മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി കൂട്ടത്തി, അതെങ്ങനെ വേണം ചെയ്യാം. പക്ഷേ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. അന്നേരം അതെല്ലാം ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അന്നേരം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചട്ടിയൊക്കെ ചൂടാക്കിയിട്ട് എണ്ണ ചുറ്റി ഒഴിക്കുക. അന്നേരം ചട്ടി പൊട്ടിപ്പോകത്തില്ല. ഗ്യാസിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് ചട്ടി പൊട്ടിപ്പോകില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ്. അപ്പം ഇച്ചിരി എണ്ണ കൂടിപ്പോയെന്ന് തോന്നുന്നു. അന്നേരം കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കടുകിടാം. പിന്നെ ഞാൻ കുറച്ച് വറ്റൽമുളക്, കരിയാപ്പില, കുറച്ച് സവാള ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അന്നേരം കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. എന്നാ സൗണ്ടാണ്? അന്നേരം ഭയങ്കര സൗണ്ട് ഉണ്ടല്ലോ, ഒരു അടുക്കള സ്ഫോടനമാണ്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ്. മെനക്കെടാനും വയ്യന്നേ. അതിവിടെയുള്ള കൊച്ചുള്ളി വളരെ കൊച്ചു ഉള്ളിയാണ്. അപ്പോൾ സവാള ഇട്ട് ഇതൊക്കെ ഈസി പണിയായിരിക്കും. എന്നാൽ എൻ്റെ കയ്യിലെല്ലാം ഈസി പണിയാണ് കയ്യിലിരിപ്പ്. അന്നേരം അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി. കൂർക്ക വേവിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നോക്കിക്കണ്ട് ഉപ്പിട്ടില്ലെങ്കിൽ പണി കിട്ടും. നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം നിങ്ങൾ. പിന്നെ കുറച്ച് വറ്റൽമുളക് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതായിരുന്നു അതിൻ്റെ മെയിൻ ടേസ്റ്റ് കൂടാനുള്ളത് കേട്ടോ. നല്ലതായിരുന്നു. അന്നേരം അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കൂർക്കയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റ്. പിന്നെ മൺചട്ടിക്കകത്ത് വെക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അന്നേരം നമുക്ക് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് എരി ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കത്തിരുത്തി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത്തിരി നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ ശകലം നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തു. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ. അപ്പം വീണ്ടും കാണാം.